Hello everyone, welcome to the English Echo. So today we are going to discuss a short story which is written by the famous Indian author Khushwant Singh, chapter named Karma. So ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഖുശ്വന്ത് സിംഗ് എഴുതിയിട്ടുള്ള കർമ്മ എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്ക് ടൈറ്റിൽ തന്നെ തുടങ്ങാം. എന്താണ് കർമ്മ? നമ്മളെല്ലാവരും പറയാറുണ്ട് നിനക്ക് കർമ്മ കിട്ടും എന്നുള്ള കാര്യം. അതായത് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് നന്മ തിരിച്ചെത്തും, നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മയായിരിക്കും നമ്മളിലേക്ക് തിരിച്ചെത്തുക. അതായത് നമ്മൾ ചെയ്യുന്നത് നന്മയും നമ്മൾ ചെയ്യുന്ന തിന്മയും നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് സാരം. അപ്പം ഖുശ്വന്ത് സിംഗ് ഈ ഒരു ചാപ്റ്ററിൽ എഴുതിയിട്ടുള്ളത് ഒരു ഐറണിക്കൽ രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു സറ്റയറിക്കൽ ആയിട്ടുള്ള രീതിയിലാണ്. എന്താണ് ഈ ഐറണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിപരീതം ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു ഐറണിയാണ്. അതായത് വിരോധാഭാസം എന്നൊക്കെ നമ്മൾ പറയും. അതൊരു ഫണ്ണി ആയിട്ടുള്ള സർപ്രൈസിങ് വേയിൽ എഴുതുന്ന സമയത്താണ് അതൊരു ഐറണിയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇതൊരു സറ്റയറിക്കൽ ആയിട്ടുള്ള നോവലാണ്. സറ്റയറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയും. അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ ഒരു ഹ്യൂമറിക്കൽ രീതിയിൽ പ്രയോഗിക്കുന്നതിനെയാണ് സറ്റയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കഥ ഐറണിക്കലുമാണ്, അതുപോലെ തന്നെ സറ്റയറിക്കലുമായിട്ടുള്ളൊരു കഥയാണ്. സോ നമുക്ക് ഖുശ്വന്ത് സിംഗിനെ പറ്റി ആദ്യം നോക്കാം. 1915 ജനിച്ച് 2014 മരണപ്പെട്ട ഇന്ത്യ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു റൈറ്ററായിരുന്നു ഖുശ്വന്ത് സിംഗ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിട്ടും അതുപോലെ തന്നെ ഒരു ലോയറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷാർപ്പ് വിറ്റുകളും അതുപോലെ തന്നെ സെക്യുലർ പെർസ്പെക്റ്റീവ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ റിലീജിയൻ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പകരം വേൾഡിൽ നടക്കുന്ന മാറ്റേഴ്സിനാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. ആൻഡ് ഫിയർലെസ് കമൻട്രി, അതായത് ആളുകൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ശക്തിയോടും പവർഫുള്ളായിട്ടുള്ള ലാംഗ്വേജും ഉപയോഗിച്ചിട്ട് കമൻട്രി ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന വർക്ക്സിലൊക്കെ ഇന്ത്യൻ സൊസൈറ്റീനെ പറ്റിയിട്ടും ഇന്ത്യയുടെ പൊളിറ്റിക്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ നേച്ചറിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. 1915 അദ്ദേഹം ഹദാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ജനിക്കുന്നത്. അതിന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. അദ്ദേഹം പഠിച്ചതൊക്കെ ഡൽഹിയിലും അതിനുശേഷം ലണ്ടനിലെ കിങ്സ് കോളേജിലും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൊക്കെ നമുക്ക് ഭയങ്കര വ്യക്തതയും അതുപോലെ തന്നെ സറ്റയർ കോമഡിയും ഹ്യൂമർ തമാശകളും അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ഡെപ്തിലുള്ള കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ മേജർ വർക്കായിട്ട് കരുതപ്പെടുന്നത് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതിയാണ്. അതിനോടൊപ്പം ഡൽഹി എ നോവൽ ആൻഡ് ഐ ഷാൽ നോട്ട് ഹിയർ ദ നൈറ്റിംഗേൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിന് വേണ്ടിയിട്ടും ദ ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ മൂവിങ് ടു അവർ ചാപ്റ്റർ ദ കർമ്മ പബ്ലിഷ് ചെയ്യുന്നത് 1989 ദ കളക്റ്റഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി കളക്ഷനിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു കളക്റ്റഡ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതിലൊരു ചാപ്റ്ററാണ് കർമ്മ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സറ്റയറിക്കലായിട്ടുള്ള ഒരു ഐറോണിക് ടെയിലായിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഈ ഒരു കൊളോണിയൽ മെൻറ്റാലിറ്റിയുടെ, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം ഇന്ത്യയിലുള്ള ആളുകളെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സ്വാധീനിച്ചിട്ടുള്ളത്, ആ ഇംഗ്ലീഷ് കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനറിസം കൊണ്ടും ഒക്കെ എങ്ങനെയാണ് ആളുകൾ ആ ഒരു കാര്യത്തിൽ സ്വാധീനിക്കപ്പെട്ടു പോയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡേഞ്ചറിനെ പറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരെ പോലെ അനുകരിക്കുന്ന സമയത്ത്, നമ്മൾ വെസ്റ്റേണേഴ്സിനെ പോലെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പോലെ ഇംഗ്ലീഷുകാരെ പോലെ അനുകരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ള കാര്യം, നമ്മൾ ആരാണ് എന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് എന്തായിരുന്നു, നമ്മൾ എവിടെയുള്ള ആളായിരുന്നു, നമ്മുടെ അസ്തിത്വം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു കഥയുടെ ലാസ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കഥയിൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അവസാനം. അതെന്താണ് എന്നുള്ളത് ചാപ്റ്റർ പറയുമ്പോൾ ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്
സർ മോഹൻലാലാണ്. അദ്ദേഹമാണ് ഈ ഒരു കഥയിലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ആണ്. പക്ഷെ അദ്ദേഹം ബ്രിട്ടീഷ് മാനറിസംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് എല്ലാത്തിനും മുകളിൽ, അല്ലെങ്കിൽ അവരുടെ മാനറിസം ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ നല്ലൊരു മനുഷ്യനാകൂ എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് സർ മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ലേഡി ലാൽ അഥവാ ലക്ഷ്മി എന്നാണ് അവരുടെ പേര്. അവർ പക്ഷേ മോഹൻലാലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതക്കാരിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇന്ത്യൻ ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ആളാണ് ലക്ഷ്മി. പിന്നെ ഇതിൽ വേറെ രണ്ട് ക്യാരക്ടേഴ്സ് ഉള്ളത്, ഒന്ന് ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ജിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറുമുണ്ട്. ഇവർ രണ്ടുപേരും സോൾജിയേഴ്സാണ്, പട്ടാളക്കാരായിട്ടുള്ള രണ്ടാളുകളാണ്. ഇനി ഇതിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. അപ്പം കഥ തുടങ്ങുന്നത് സർ മോഹൻലാലിനെ കാണിച്ചുകൊണ്ടാണ്. സർ മോഹൻലാൽ അതായത് ലേഡി മോഹൻലാലും സർ മോഹൻലാലും കൂടി ഒരു യാത്ര പോകാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മിററിൽ നിന്നാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെ മിററിൽ അദ്ദേഹത്തിനെ സ്വന്തം നോക്കി ഇങ്ങനെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് അത്ര തൃപ്തനല്ല. കാരണം കണ്ണാടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഒരു സാധനങ്ങളും സർ മോഹൻലാലിന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണാടിയൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ലുക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലുക്കൊക്കെ കണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രൗഡ് ആവുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അദ്ദേഹം ധരിച്ചിരിക്കുന്നത് സെവലിയർ റോ കോട്ട് സ്യൂട്ടാണ്. അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്നത് ഓക്സ്ഫോർഡിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ടൈ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഭയങ്കര സ്മെല്ലുള്ള ഒരു സെൻറ്റും അദ്ദേഹം പൂശിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അതായത് ഈ സ്യൂട്ടും ഈ ടൈയും, അതായത് ഈ ഭയങ്കര മണമുള്ള ഈ ഒരു പെർഫ്യൂമും ഒക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷുകാരെ പോലെ ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ആൻഡ് ഹീ ലുക്സ് ഡൗൺ അപ്പോൺ എവറിത്തിങ് ഇന്ത്യൻ, ഇൻക്ലൂഡിങ് ദ ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ഡേർട്ടി എൻവിറോൺമെൻറ്റ് അറൗണ്ട് ഹിം. അതായത് അദ്ദേഹത്തിൻ്റെ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഒന്നിലും തൃപ്തനല്ല. കാരണം എല്ലാം ഇന്ത്യയുടെ സാധനങ്ങളാണ്, അതെല്ലാം ഇന്നെഫിഷ്യൻറ്റും അതുപോലെ തന്നെ വൃത്തികെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് സർ മോഹൻലാലിൽ ഉള്ളത്. അപ്പം ഈ ഒരു സീനിൽ ആ ഒരു മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു അറഗൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാരെ പോലെ നടക്കുകയും ബ്രിട്ടീഷുകാരുടെ മാനറിസമൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ ആയിട്ടുള്ള വ്യക്തി എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങളാണ് ആ തുടക്കത്തിൽ കാണിക്കുന്നത്. അതേസമയം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സർ ലേഡി മോഹൻലാലിനെ, അഥവാ ലക്ഷ്മി എന്നാണ് അവരുടെ പേര്. അവർ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു മോഹൻലാൽ ഇരിക്കുന്ന ആ ഒരു റൂമിൻ്റെ പുറത്താണ് ഇവർ ഇരിക്കുന്നത്. അവർ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇന്ത്യൻ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരുടെ വായിൽ സദാസമയവും എന്തുണ്ടാവാറുണ്ട്, ബീറ്റൽ ലീവ്സ്, അതായത് വെറ്റില ഉണ്ടാവാറുണ്ട്. അവർക്ക് മുറുക്കുന്ന ശീലമുണ്ട്. അവർ ഭയങ്കര ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ സാരിയാണ് ധരിച്ചിട്ടുള്ളത്. അതിനൊരു റെഡ് ബോർഡറൊക്കെ ഉണ്ട് ആ സാരിക്ക്. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു പ്രകൃതക്കാരിയാണ്. അപ്പം ഇവർ ഫ്രീ ആയിട്ട് കൂലീനോട്, അതായത് അവിടെ ഇങ്ങനെ ചുമന്ന് നടക്കുന്ന കൂലികളോട് സംസാരിക്കുന്നുണ്ട്, അവിടുത്തെ കടക്കാരനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ കയ്യിൽ സദാസമയം ഒരു ബ്രാസിൻ്റെ ഒരു ടിഫിൻ കാരിയറും ഉണ്ടാകും ഏത് നേരത്തും. അതിൻ്റെ അകത്ത് ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇവരിങ്ങനെ കുത്തി നിറച്ചിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഈ സ്ത്രീക്ക്, അതായത് ഈ ലക്ഷ്മിക്ക് ഭയങ്കര പൊണ്ണത്തടിയുണ്ട്, ഭയങ്കര വണ്ണമുള്ളൊരു സ്ത്രീയാണ്. ഏത് നേരത്തും കഴിക്കണം, അല്ലെങ്കിൽ കഴിച്ചാൽ മാത്രമേ ശരീരം നന്നാവുള്ളൂ എന്നുള്ള ധാരണയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് ലക്ഷ്മി. ആൻഡ് ഇവർ ഭർത്താവിനോടൊപ്പം അല്ല ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഭർത്താവ് ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് ഇംഗ്ലീഷുകാരോടൊപ്പം മാത്രമേ യാത്ര ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ ലേഡി മോഹൻലാൽ ആയിക്കോട്ടെ, ഇവർ ജനാന, അതായത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഇവരുടെ കംഫേർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യനോട് അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് ഇവർ കംഫേർട്ടാണ്, ഇവർക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇവർ ഇന്ത്യൻ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പം സർ മോഹൻലാൽ ഈ ഒരു ട്രെയിൻ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു റെസ്റ്റ് റൂമിൽ. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വിസ്കി വാങ്ങി കുടിക്കുന്നുണ്ട്. എന്നിട്ട് വിസ്കി വാങ്ങി ഓരോ സിപ്പ് കുടിക്കുന്ന സമയത്തും ഇദ്ദേഹം ഇങ്ങനെ ഡ്രീം ചെയ്യാണ്. ഇദ്ദേഹം കയറാൻ പോകുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഇംഗ്ലീഷ് മെൻ ഉണ്ടാകും, അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ആക്സെൻറ്റിലാണ് സംസാരിക്കേണ്ടത്, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എനിക്കും ഇംഗ്ലീഷ് അറിയാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ
ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം കരുതുന്നത് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ, അതായത് ഇംഗ്ലീഷ് അറിയുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ആൻഡ് ലേഡി ലാൽ നേരെ ഓപ്പോസിറ്റാണ്, കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഭയങ്കര സമാധാനപൂർവ്വം അവരുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് അവർ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാസഞ്ചേഴ്സൊക്കെ ആയിട്ട് അവർ ഗോസിപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യാണ്, ആ ട്രെയിൻ വരുന്നതിന് മുന്നേ അവരുടെ ആ ഒരു ബ്രാസ് ഇതിലുള്ള ടിഫിൻ തുറന്നിട്ട് അവർ ചപ്പാത്തിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവർ ഇങ്ങനെ എന്താ പറയുക, ഏത് സമയത്തും ഇവർ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ ബീറ്റർ ലീവ്സ് ആയിരിക്കാം, അതായത് വെറ്റില ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് സർ ലേഡി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ. അപ്പം ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ബിഹേവിയർ ഹൈലൈറ്റ്സ് ആണ്. എങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നു ലേഡി മോഹൻലാൽ എന്നും എങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു സർ മോഹൻ എന്നുള്ളതും. അപ്പം ഈ മോഹൻലാലിന് തീരെ താല്പര്യമില്ലായിരുന്നു തൻ്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയോട്. കാരണം ഇവർ ഭയങ്കര തടിച്ചിയാണ്, ഇന്ത്യൻ കൾച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സർ മോഹൻ ഒരു ബ്രിട്ടീഷ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യക്കാരോട് ഭയങ്കര പുച്ഛമായിരുന്നു സർ മോഹൻലാലിന്. അപ്പം ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ സർ മോഹൻ താഴത്തെ ഫ്ലോറിലും ലക്ഷ്മി മുകളിലത്തെ ഫ്ലോറിലുമാണ് താമസിക്കുന്നത്. ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാലായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ കുട്ടികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ട്രെയിൻ വന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ പുറത്തൂടെ നടക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ മോഹൻ ആയിക്കോട്ടെ ഭയങ്കര കൂളായിട്ടുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ വെച്ചിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ധൃതി കാണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാനേഴ്സിന് ചേർന്നതല്ല എന്നുള്ളൊരു ഒരു രീതിയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ഇംഗ്ലീഷ് ഓഫീസേഴ്സിനെ കാണാം, അവരോട് സംസാരിക്കാം എന്നുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതായത് കയറുന്ന സമയത്ത് ഇംഗ്ലീഷ് ഓഫീസേഴ്സിനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ദ ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ ആളുകൾ കാണുന്ന രീതിയിൽ, അതായത് ഇദ്ദേഹം വായിക്കുന്നത് ടൈംസ് ആണ് എന്ന് കാണിക്കേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, ആ പേപ്പറിൻ്റെ പേര് ആളുകൾ കാണിക്കെ പിടിച്ചിരിക്കും. ഇനി ആളുകൾ അത് താല്പര്യപ്പെട്ടില്ല അല്ലെങ്കിൽ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും, ഒരു എന്താ പറയുക, നമ്മൾ വിസ്കിയോ ബ്രാൻഡിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്യും. അതും ആളുകൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് പാക്കറ്റിൽ ഒരു സിഗരറ്റ് ഉണ്ട്. ആ സിഗരറ്റ് ഇദ്ദേഹം പുറത്തെടുക്കും. അപ്പം ആളുകൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു ധാരണയാണ് സർ മോഹൻലാലിന് ഉള്ളത്. അപ്പം ഈ ധാരണകളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു നീങ്ങുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ധാരണകളെല്ലാം തെറ്റിപ്പോയി. കാരണം ആ കമ്പാർട്ട്മെൻറ്റിൽ ഇംഗ്ലീഷുകാർ എന്ന് പറയാനായിട്ട് ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ കയറി ഇങ്ങനെ ഭയങ്കര നിരാശനായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രെയിൻ മെല്ലെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ ബിൽ ആൻഡ് ജിം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സോൾജിയേഴ്സ്, ഇവർ രണ്ടുപേരും ഡ്രങ്കൻ ആണ്, അതായത് കുടിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേർക്കും രണ്ടുപേരുടെയും പുറത്ത് വലിയ ബാഗുകളുണ്ട്. അപ്പം നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുന്നത്. അങ്ങനെ ബില്ലും ജിമ്മും കണ്ടെത്തി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ, അതായത് സർ മോഹൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു എന്താ പറയുക വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ് ഉണ്ട് എന്നുള്ളതും. അപ്പോൾ സർ മോഹനും താല്പര്യമായി. പക്ഷേ സർ മോഹൻ അത്രത്തോളം താല്പര്യമില്ല. കാരണം ഇവർ സോൾജിയേഴ്സാണ്, കമ്പാർട്ട്മെൻറ്റിൽ കയറ്റാനായിട്ട് അത്രയും താല്പര്യമില്ല. പക്ഷേ കുഴപ്പമില്ല, അവരോട് സംസാരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് സർ മോഹൻ അവരെ ഇൻവൈറ്റ് ചെയ്യാണ്. പക്ഷേ നടന്നതൊക്കെ നേരെ തിരിച്ചിട്ടാണ്. അതായത് ബില്ലും ജിമ്മും കൂടെ നമ്മുടെ മോഹനോട് പറയാണ്, ഇറങ്ങിപ്പോടാ നിഗ്ഗർ, അതായത് നീഗ്രോ എന്നാ വിളിച്ചിട്ടാണ് നമ്മുടെ മോഹനെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളെ പറയുന്നത്. എന്നിട്ട് ഇയാളോട് ഭയങ്കര ഹാഷായിട്ടുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുകയാണ്.
ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയുന്നു. പക്ഷേ മോഹൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ബില്ലും ജിമ്മും ഒന്ന് പോസ് ആവുകയാണ്, ഇയാൾ ഇംഗ്ലീഷ് ആണോ സംസാരിച്ചത് എന്ന് നോക്കാനായിട്ട്. പക്ഷേ അവർക്ക് മനസ്സിലാകുന്നു ചിലപ്പോൾ അവർ കുടിച്ചത് കൊണ്ട് തോന്നിയതായിരിക്കാം എന്ന് കരുതിയിട്ട് അവർ വീണ്ടും ഇയാളുടെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുന്നു. അപ്പോഴും നമ്മുടെ സർ മോഹൻ എന്തോ ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയുകയാണ്, ഞാൻ പോലീസിനെ വിളിക്കും എന്നുള്ള കാര്യം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇവർ ബില്ലും ജിമ്മും കുറച്ച് മനസ്സിലാക്കുന്ന ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ള കാര്യം. പക്ഷെ അവർ കാര്യമാക്കുന്നില്ല. ഇവർ രണ്ടുപേരും മോഹൻ്റെ മുഖത്തിൻ്റെ ഒരു അടിയൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ബില്ലിൻ്റെയും ജിമ്മിൻ്റെയും ഒരു റേസിസ്റ്റ് മെൻറ്റാലിറ്റീനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇന്ത്യക്കാരല്ലാത്ത, അതായത് ഇംഗ്ലീഷുകാരല്ലാത്ത ആളുകളെ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടും, അതുപോലെ തന്നെ എല്ലാ സ്വപ്നങ്ങളും തച്ചുടഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മോഹൻ്റെ അതായത് മോഹൻ ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഡ്രീമുകൾ കണ്ടിട്ടായിരുന്നു ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറിയത്. ഒരുപാട് പേരോട് സംസാരിക്കാം, ഇംഗ്ലീഷിൽ സംസാരിക്കാം, താൻ ഇംഗ്ലീഷ് നാട്ടിൽ പഠിച്ചതാണെന്നുള്ള കാര്യം പറയാം, 5 വർഷം താൻ അവിടെയായിരുന്നു എന്നുള്ള കാര്യം പറയാം എന്നൊക്കെ കരുതിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ വിപരീതമായിട്ട്, അതുകൊണ്ടാണ് ഈ ഒരു കഥ ഐറണിയാണ് എന്ന് പറയുന്നത്, അതിനൊക്കെ വിപരീതമായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇയാളെ ഇൻസൾട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് ചീത്ത വിളിക്കുകയും, അതായത് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുകയും അവസാനം ഇദ്ദേഹത്തിനെ തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ഇതെല്ലാം നടക്കുന്ന സമയത്തും ട്രെയിൻ മെല്ലെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മുടെ ലക്ഷ്മി, അതായത് ഇദ്ദേഹത്തിൻ്റെ വൈഫ്, ഇതൊന്നും അറിയാതെ വായ നിറച്ച്, അതായത് കവിള് നിറച്ച് വെറ്റിലയും ഇട്ടിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സലൈവ, അതിൻ്റെ തുപ്പലം ഇങ്ങനെ വായിക്കകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു കമ്പാർട്ട്മെൻറ്റ് പ്ലാറ്റ്ഫോം വിട്ട് പോകുന്ന സമയത്ത് തുപ്പാനായിട്ട്. അങ്ങനെ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് വിട്ടു പോകുകയാണ്. അപ്പം ലേഡി മോഹൻലാൽ എന്ത് ചെയ്യാണ്, ആ ഒരു ബേറ്റൽ ലീവ്സിൻ്റെ സലൈവ പുറത്തേക്ക് നീട്ടി തുപ്പുന്നതിലാണ് കഥ അവസാനിക്കുന്നത്. ഓക്കെ, അതായത് സർ മോഹൻ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെയൊക്കെ നേരെ വിപരീതമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. 4 ക്യാരക്ടേഴ്സാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സർ മോഹൻലാൽ, ലേഡി ലാൽ അഥവാ ലക്ഷ്മി, ബിൽ ആൻഡ് ജിം, 2 ബ്രിട്ടീഷ് സോൾജിയേഴ്സ്. അപ്പം സർ മോഹൻലാൽ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യനാണ്, വെസ്റ്റേൺ കൾച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് സ്യൂട്ട്, അദ്ദേഹത്തിൻ്റെ ആക്സെൻറ്റ്, അദ്ദേഹത്തിൻ്റെ മാനറിസം ഒക്കെ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് പ്രൗഡാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യനെയും ഇന്ത്യയിലെ ആളുകളെയും ഒക്കെ അദ്ദേഹത്തിന് പരമമായിട്ടുള്ള പുച്ഛവും അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സാധനങ്ങൾ ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രിട്ടീഷ് ആക്സെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോടുള്ള ആ ഒരു സ്നേഹം അദ്ദേഹത്തിനെ മറ്റുള്ളവരിലെ അല്ലെങ്കിൽ മറ്റുള്ള ബ്രിട്ടീഷുകാർക്ക് അക്സെപ്റ്റബിൾ ആകും എന്നാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അറഗൻസും ആ ഒരു സെൽഫ് ഹേറ്റഡും ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ഹ്യൂമിലിയേഷനിലേക്കാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊളോണിയൽ മെൻറ്റാലിറ്റീനെ പറ്റിയിട്ടും ആ ഒരു പ്രിട്ടൻഷനെ പറ്റിയിട്ടും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ലോസിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു കഥ സംസാരിക്കുന്നത്. ഇനി ലേഡി ലാലിലേക്ക് വരികയാണെങ്കിൽ അവർ ഭയങ്കര സിമ്പിളായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്ത്രീയാണ്. എപ്പോഴും ബീറ്റൽ നട്ട്സും ബീറ്റൽ ലീവ്സും ഒക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ട് ഹോം മെയ്ഡ് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സ്ത്രീയാണ് ലേഡി ലാൽ. അതുപോലെ തന്നെ ഇവർ ട്രാവൽ ചെയ്യുന്ന സനാന, അതായത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ്. പക്ഷെ അവരതിൽ ഭയങ്കര ഹാപ്പിയാണ് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ട്രാവൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവർ ഇന്ത്യയുടെ കൾച്ചറും അതുപോലെ തന്നെ ആ ഒരു സിംപ്ലിസിറ്റിയും ഒക്കെ ഇവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. പിന്നെ ബിൽ ആൻഡ് ജിം എന്ന് പറഞ്ഞിട്ടുള്ള 2 സോൾജിയേഴ്സാണ്. ഇവർ ഡ്രങ്കാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള റൂഡ് ബിഹേവിയേഴ്സാണ് ഇവർ കാണിക്കുന്നത്. ഭയങ്കര അഗ്രസീവ്, ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവക്കാരാണ്. റേസിസ്റ്റുകളാണ്, അതായത് കറുത്ത വർഗ്ഗക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ മോശപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിലുള്ള 2 ആളുകളാണ് ബില്ലും ജിമ്മും. അതുപോലെ തന്നെ ഇവർ മോഹനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര വയലൻസോട് കൂടിയിട്ടും ഒക്കെയാണ്. അതുപോലെ തന്നെ മോഹൻ്റെ എല്ലാ സ്വപ്നങ്ങളും തച്ചുടച്ചിട്ടുള്ള 2 ആളുകളാണ് ബിൽ ആൻഡ് ജിം എന്ന് പറഞ്ഞിട്ടുള്ള 2 ബ്രിട്ടീഷ് സോൾജിയേഴ്സ്. ഇവർ രണ്ടുപേരും കാണിക്കുന്നത് ആ ഒരു കൊളോണിയൽ അറഗൻസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കൊളോണിയൽ രീതിൻ്റെ ആ ഒരു ഹാഷ് റിയാലിറ്റീനെയാണ് ഇവർ കാണിക്കുന്നത്. ഇനി ഒരു കഥയിലെ തീംസ് നോക്കുകയാണെങ്കിൽ കൊളോണിയൽ മെൻറ്റാലിറ്റി, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐറണി ഇതിൻ്റെ ഒരു തീമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ ഓതൻറ്റിസിറ്റി വേഴ്സസ് പ്രിട്ടൻഷൻ ഇതിൻ്റെ ഒരു തീമാണ്.
പിന്നെ സോഷ്യൽ സ്നോബറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സുപ്പീരിയർ ആണ്, അതായത് ഇംഗ്ലീഷുകാരാണ് എല്ലാത്തിലും സുപ്പീരിയർ എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രൈഡ് കാരണം ഇദ്ദേഹം ബാക്കിയുള്ള റിയാലിറ്റിയിൽ ബ്ലൈൻഡായി പോവുകയും അദ്ദേഹത്തിന് ഡൗൺഫോൾ സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതായത് ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാര്യവും ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ തീംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ഞാൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഈ ഒരു കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഖുശ്വന്ത് സിംഗിൻ്റെ ചാപ്റ്റർ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.